ഹായ് ഫാമിലീസ്, വെൽക്കം ബാക്ക്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ നല്ല മുട്ടയപ്പോൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് തലേത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതായിട്ട് അതിൻ്റെ സ്പെഷ്യൽ. പിന്നെ ഇത്തേക്കുള്ള ചോറും കറിയും എല്ലാം കൂടി റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ രാവിലെ ഒരു 7-10 ആകുമ്പോഴത്തേക്ക് റെഡി ആയ കറിയാമെന്ന് എല്ലാവരും ആലോചിക്കണേ. അതിൻ്റെ ഇടയ്ക്ക് നൂറേന് മദർസ കൊണ്ടാക്കാനുള്ള പോക്കാണ്. ഞാൻ പോകുമ്പോൾ നൂറിതാ പകുതി വഴിക്കെത്തി. അങ്ങനെ ഓടിയും ചാടിയും മഴക്കാലത്ത് അങ്ങ് എത്തിയിട്ടുണ്ട്. നൂറേനെ കൊണ്ടാക്കിയിട്ട് ഇതാ വരുമ്പോഴത്തേക്ക് ഇതാണ് കേട്ടോ അവസ്ഥ. ഒരാളും പുറത്ത് കാണുന്നില്ല. പിന്നെ ഞാൻ മക്കളൊക്കെ ഒറ്റയ്ക്ക് കഴിക്കാം അല്ലേ. കയ്യിലെന്ന ആക്രി സാധനം റിസ്വാന്റെ പകരം എന്ന ആക്രി സാധനം എന്ന് ചോദിച്ചാൽ റിസ്വാൻ ഇന്ന് വാപ്പിൻ്റെ അടുത്ത് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ മഴക്കാലത്ത് വീഡിയോ ഒക്കെ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴയും വന്നിട്ടുണ്ട്. മഴക്കാലത്ത് ഇലേ ചാടി തോടും പുഴയൊക്കെ കഴിഞ്ഞു ഇങ്ങ് വന്നിട്ടുണ്ട് ഗായസ്. റോഡ് നിൽക്കുന്ന വരെയുള്ള അവസ്ഥയാണ് ഇത്. പിന്നെ റോഡിലെത്തുമ്പോഴത്തേക്കും ഇതാണ് അപ്പുറത്തുള്ള വീട് ഇപ്പുറത്തുള്ള വീട് ഒരു വീടും കാണുന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒരു മിസ്റ്റേനും. പിന്നെ നമ്മുടെ റോഡിന്റെ നടുവിൽ കുട്ടയും കുളമും എല്ലാം കൂടിയിട്ടില്ല, ഒരു ആറും എല്ലാം കൂടി കടന്ന് നമ്മുടെ പെരക്കെത്തിയിരിക്കുന്നു. ഇതാണ് മറ്റേ ഹെയർ ബെൻഡ്. ഈ ബെൻഡ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വീടെത്തി ഗ്യാസ്, വീടെത്തി. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം. അങ്ങനെ സമയം 7:30 8:30 പക്ഷെ ഇക്ക മാത്രം പണിക്ക് പോയിട്ടില്ല. ഇന്ന് മഴയതുകൊണ്ട് പണിയില്ലെന്ന് പിന്നെ ഞാൻ അറിഞ്ഞിന്. പിന്നെ ഇതാ നമ്മളെ പച്ചക്കറി കൂടൊക്കെ റിസ്വാനും മുറയും കൂടി അടിച്ചു വരുമ്പോൾ കളിയോടെ കളിയുന്നു. പിന്നെ ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, നല്ലോണം കിടന്നുറങ്ങാം. രാവിലത്തെ കഞ്ഞിയും കറിയൊക്കെ വെച്ചതുകൊണ്ട് കുറച്ച് സമയം കിടക്കാനുള്ള സമയമൊക്കെ കിട്ടുകയും വിചാരിക്കുന്നു. റിസ്വാൻ ഉറങ്ങിയാൽ പിന്നെ ഒരു 9 മണിക്ക് ആകുമ്പോഴത്തേക്ക് നൂറേയും നമ്മൾ തന്നെ വൈകി കൊണ്ടാക്കാനുള്ള തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ റിസ്വാൻകുട്ടിയും ഞാനും ഇക്കയും കൂടിയിട്ട് ബൈക്കിൽ പോകുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ നാട്. അങ്ങനെ മിസ്റ്റൊക്കെ മാറി, മഴയൊക്കെ മാറി. രാവിലത്തെ മഴയും കണ്ടിട്ട് ഇക്കടെ പണിയും പോയി. അങ്ങനെ നൂറേനെ കൊണ്ടാക്കാനുള്ള പോക്കിൽ നൂറേനെ കൊണ്ടാക്കി നേരെ പോയത് മീൻ കടയിലായിട്ടാണ്. ഞാൻ പോയത് വേറെ മീനാണെങ്കിലും കിട്ടിയത് വേറെ മീനാണ്. പിന്നെ അങ്ങനെ തട്ടിക്കൂട്ടി ഒരു ബിരിയാണിയും കൂടി വെച്ച് രാത്രിക്ക് നല്ല ബിരിയാണിയൊക്കെ വെച്ച് കഴിച്ച് ഉച്ചയ്ക്ക് പോത്തിനെ പോലെ കിടന്നുറങ്ങി. ബാക്കിയുള്ള വിശേഷമൊക്കെ ഫുൾ വീഡിയോയിൽ കാണാം. എന്നൊക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാനും സബ്സ്ക്രൈബ് ചെയ്യുക.